ശബരിമലയോട് വീണ്ടും സർക്കാരിന്റെ അവഗണന. മകരവിളക്കിനായി പോലീസ് ആവശ്യപ്പെട്ട തുക സർക്കാർ വെട്ടിക്കുറച്ചു. 29 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും പകുതി പോലും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 9 ലക്ഷം രൂപ മാത്രമാണ് നൽകിയത്. നിലവിലുള്ള പോലീസുകാരുടെ അംഗബലം വെച്ച് ഇത്രയും തുകയുടെ ആവശ്യമേ ഉള്ളൂവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം കാങ്കാലിലും സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും ചേരുകയാണ്. ആദ്യം നമുക്ക് ശ്യാമിലേക്ക് പോകാം. ശ്യാം, തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 29 ലക്ഷം ആവശ്യപ്പെട്ടിടത്താണ് വെറും 9 ലക്ഷം മാത്രം നൽകാനുള്ള അനുമതി ആയിരിക്കുന്നത്. ഇത്രയും പോലീസ് വിന്യാസം അനുസരിച്ച് 9 ലക്ഷത്തിന്റെ ആവശ്യമേ ഉള്ളൂവെന്നാണ് സർക്കാർ നിലപാട്. എങ്ങനെ കാണാം? രോഹിണി, വീണ്ടും ശബരിമലയോട് സർക്കാരിന്റെ അവഗണന തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് തന്നെയാണ് ഈ പോലീസ് ആവശ്യപ്പെട്ട 29,57,500 രൂപയുടെ സാധന സാമഗ്രികളും സുരക്ഷാ ഉപകരണങ്ങളും വാങ്ങുന്നതിലേക്കാണ് പോലീസ് സർക്കാരിന്റെ അനുമതിക്കായി കത്തയച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ നിലവിൽ സന്നിധാനത്ത് അത്തരത്തിലുള്ള അത്രയും വലിയ തുകയുടെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സർക്കാർ അത്തരത്തിലൊരു ചുവടെ ഈ ഓർഡർ ഇറക്കിയതിന് പിന്നാലെ തന്നെ ഒരു ലിസ്റ്റും പുറപ്പെടുവിച്ചിരുന്നു. ആ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് നിലവിൽ സന്നിധാനത്തെ അല്ലെങ്കിൽ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ശബരിമലയിൽ നിലവിലുള്ള അംഗബലം അനുസരിച്ച് ഇത്രയും തുകയുടെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. 9,30,000 രൂപയാണ് സർക്കാർ ഈ 29,57,500 രൂപ ആവശ്യപ്പെട്ടയിടത്ത് പകുതി പോലും നൽകാതെ 9,30,000 രൂപയായി വെട്ടിച്ചുരുക്കുകയായിരുന്നു. നിലവിൽ അത്രയും തുകയ്ക്കുള്ള സാധനം മാത്രം വാങ്ങിയാൽ മതി എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഒപ്പം തന്നെ ഇവർക്ക് ബീക്കണും പാറ്റേൺ ലാമ്പും അടക്കമുള്ള അങ്ങനെ റിഫ്ലക്റ്റീവ് ലൈറ്റ് അടക്കമുള്ള ജാക്കറ്റും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് പോലീസ് മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇത്രയും വലിയ ആളുകൾ എത്തുന്ന ശബരിമല സന്നിധാനത്ത് അത്രയ്ക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരും അലംഭാവം കാണിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പോലീസിന് വേണ്ട ആവശ്യമായ തുക അത് കൃത്യമായി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പോലീസ് 29 ലക്ഷത്തിലധികം രൂപ ആവശ്യപ്പെട്ടപ്പോഴും അതിന്റെ പകുതി പോലും, അതായത് 9,30,000 രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ അത്രയ്ക്കുള്ള, അതായത് ശബരിമലയിൽ അത്രയും നിലവിലെ അംഗബലം അനുസരിച്ച് അത്രയും മതി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ശബരിമലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും കൂടുതൽ പോലീസുകാരെ ശബരിമലയിൽ സുരക്ഷയ്ക്കും ഈ പാർക്കിംഗ് ഗ്രൗണ്ടും ഓരോ പാർക്കിംഗ് ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് ഓരോ ജീവനക്കാരനെയോ അല്ലെങ്കിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെയും നിയമിക്കണമെന്നും ഹൈക്കോടതി തന്നെ നേരിട്ട് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഈ ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണം സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം സർക്കാരിനോട് മുന്നോട്ട് വെച്ചത്. എന്നാൽ സർക്കാർ തിരികെ ഹൈക്കോടതിയിൽ നൽകിയ മറുപടിയിൽ ശബരിമലയിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരുണ്ട് എന്നുള്ളതാണ്. കാരണം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ അതിലധികം ആളുകളെ ഇത്തവണ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതും ശബരിമലയിൽ അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു വിധത്തിലുള്ള പാളിച്ചയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറും ഇത് സംബന്ധിച്ച മറുപടി കോടതിയിൽ നൽകിയിരുന്നു. ശബരിമലയിൽ അത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളുടെ ഏകോപനം അതുമാത്രമാണ് ഇനി ഉണ്ടാകാനുള്ളത്. ഒപ്പം തന്നെ പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ അതിന്റെ കൃത്യമായ അവബോധം പൊതുജനങ്ങളിലേക്കും ഭക്തരിലേക്കും എത്തിക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും MR അജിത് കുമാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും അത് കൃത്യമായി നടപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. കാരണം ഹൈക്കോടതി ഈ സുരക്ഷാ ജീവനക്കാരുടെ അഭാവം ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ പോലും കൃത്യമായി അവിടെ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാർ ഉണ്ട് എന്ന് പറഞ്ഞ സർക്കാർ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് ആവശ്യപ്പെട്ട തുക റദ്ദ് ചെയ്യുന്നതിൽ വിലയിരുത്തൽ എടുത്തു കാണിക്കുന്നത് തന്നെയാണ്. സന്നിധാനത്തെ അംഗബലം അനുസരിച്ച് ഇത്രയും തുക ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം മുൻപുണ്ടായിരുന്ന അത്രയും ആളുകൾ ഇല്ല എന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ. എന്നിട്ട് പോലും സർക്കാർ കോടതിയിൽ അങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയത് ഏത് വിധേനയാണ് എന്നുള്ള കാര്യമാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്തായാലും ശബരിമലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ പോലീസിനെ വീണ്ടും സർക്കാർ വെട്ടിയിരിക്കുകയാണ്. കാരണം പോലീസ് ആവശ്യപ്പെട്ട 29,57,500 രൂപയാണ് ഇത്തരത്തിൽ
സർക്കാർ 9,30,000 വെട്ടിച്ചുരുക്കിയത്. ഏത് വിധേന നോക്കിയാൽ പോലും. ശരി ശ്യാം, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, മകരവിളക്കിനായി പോലീസ് ആവശ്യപ്പെട്ട തുക എന്ന് പറയുന്നത് 29 ലക്ഷം രൂപയാണ് സർക്കാരിനോട്. പക്ഷേ ഇപ്പോൾ അത് 9 ലക്ഷം മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ള നിലപാട് സർക്കാർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ന്യായീകരണം എന്ന് പറയുന്നത് നിലവിലുള്ള പോലീസുകാരുടെ അംഗബലം വെച്ച് ഇത്രയും തുകയുടെ ആവശ്യമേ ഉള്ളൂ എന്നാണ്. ശബരിമലയുടെ കാര്യത്തിൽ നിഷേധാത്മക നിലപാട് സർക്കാരിൻ്റെത് വീണ്ടും തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഈ മണ്ഡല മകരവിളക്ക് കാലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്. ആ 29 ലക്ഷം രൂപയ്ക്ക് പകരം 9 ലക്ഷം രൂപ മതി എന്ന് തീരുമാനിക്കുന്നതും സർക്കാരും. ഇവിടെ പ്രശ്നം 29 ലക്ഷം രൂപയുടെ ആവശ്യത്തിന് 9 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 9 ലക്ഷം രൂപ കൊടുക്കല്ലോ എന്നുള്ളതാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. കാരണം 9 പൈസ എടുക്കാൻ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് അവസ്ഥ. അത്രമാത്രം മുടിഞ്ഞ് നാശോന്മുഖമായിട്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യം ശ്രദ്ധയില്ല. നമുക്കറിയാലോ കുറെ വർഷങ്ങളായിട്ട്. ഇപ്പോ ഹൈക്കോടതി തന്നെ ഒരു 1,600 രൂപ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി തന്നെ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് സർക്കാരിനെതിരെ വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കെടുകാര്യസ്ഥതയും അത്രയും കഴിവ് കെട്ടുന്നതുമായ ഒരു സർക്കാരിൽ നിന്ന് നമുക്ക് ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ശബരിമല പോലുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാര് അവരെ ഇവിടെ വരുന്ന സമയത്ത് സർക്കാരിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഒഴുകിയെത്തുന്നത്. കോടിക്കണക്കിന് വരുമാനമാണ് ശബരിമല തീർത്ഥാടകരിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്നത്. പക്ഷെ അതൊന്നും സർക്കാരിന് മാതരല്ല. സർക്കാർ ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ കാര്യങ്ങളായിട്ട് ഇപ്പോ ശബരിമല സന്നിധാനത്ത് തിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പോലും ഈ വഴി നീള വാഹനങ്ങൾ തടഞ്ഞിട്ട് അയ്യപ്പന്മാരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അയ്യപ്പന്മാരെ മണിക്കൂറുകൾ ക്യൂ നിന്ന് ശബരിമലയിൽ ദർശനം നടത്തേണ്ട സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴും തിരക്ക് പല ഭാഗങ്ങളിലും തിരക്ക് നിയന്ത്രിക്കുന്നതിലോ അല്ലെങ്കിൽ തിരക്ക് മാനേജ് ചെയ്യുന്നതിൽ സർക്കാരിനോ അല്ലെങ്കിൽ പോലീസിനോ യാതൊരു വിധത്തിലുള്ള സംവിധാനവും ഇല്ല. പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള ശീതസമരത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇവിടെ സർക്കാർ പൂർണ്ണമായും ശബരിമല തീർത്ഥാടനത്തെ അവഗണിക്കുന്ന, ഞങ്ങൾക്ക് പണം മാത്രം മതി, ഞങ്ങൾ തിരികെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. പോലീസിന്റെ ജോലി ചെയ്യാനായിട്ട് മകരവിളക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നിലവിൽ തിരക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മകരവിളക്ക് പോലുള്ള സന്ദർഭത്തിൽ ലക്ഷക്കണക്കായ അയ്യപ്പന്മാര് ഒരേ സമയത്ത് വന്നു ചേരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് വേണ്ടത്ര പോലീസുകാർ അവർക്ക് ആവശ്യമായിട്ടുള്ള പണം ഇതൊക്കെ കൊടുത്ത് സഹായിക്കേണ്ട സർക്കാർ ഇതിനൊന്നും ശ്രദ്ധയില്ല. മറ്റ് പല കാര്യങ്ങൾക്കും ധൂർത്തടിക്കാൻ പണമുണ്ട്, ആ ധൂർത്തിന് പണമുണ്ട്, ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല എന്ന ആ ചോദ്യം കേരള ഹൈക്കോടതിയാണ് സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം ഇവിടുത്തെ ഭക്തജനങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയാണ്. ഇത് അങ്ങേയറ്റം അവഹേളനമാണ്. ഇത് ഹിന്ദു ക്ഷേത്രത്തോട് അയ്യപ്പന്മാരോട് കാണിക്കുന്ന അനീതിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ RV ബാബു, അത് മാത്രമല്ല, ഈ നാണയത്തുട്ടുകളോട് മാത്രമാണ് സർക്കാരിന്റെ പ്രതിപത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചകളിലെയൊക്കെ തിരക്ക് നമ്മൾ കണ്ടതാണ്. അത് നിയന്ത്രിക്കാനാകാതെ പോലീസ് പാടുപെടുന്ന കാഴ്ച, യോഗങ്ങളൊക്കെ ഫലവത്തല്ലാതെയാകുന്ന കാഴ്ചയും ഒക്കെ കണ്ടതാണ്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ഇനിയും ലക്ഷങ്ങളാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്താനിരിക്കുന്നത്. അതിനുവേണ്ടി ഉള്ള 29 ലക്ഷം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പോലീസിന്റെ ആവശ്യം തള്ളിക്കൊണ്ട് പറയുന്നത് 9 ലക്ഷം മതി. അതായത് പോലീസിന്റെ അംഗബലം അനുസരിച്ച് അത് മാത്രം നൽകിയാൽ മതിയെന്നാണ്. അതായത് സർക്കാരിന് അറിയാം അംഗബലം കുറവാണ് എന്നുള്ള വസ്തുതയും. നവകേരളയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പോലീസുകാരെയും ഡ്യൂട്ടിക്ക് വിടുന്ന ഒരു സാഹചര്യമാണ്. അത് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. നവകേരള സദസ്സ്, അതേപോലെ SFIക്കാരുടെ സമരത്തിന് അവരെ താരാട്ടപാടി ഉറക്കാൻ, DYFIക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ, ഇതൊക്കെയാണ് കേരളത്തിലെ പോലീസിന്റെ പണി. അപ്പം മറ്റു കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കാൻ പോലീസിന് സമയമില്ല, പോലീസിനെ നിയോഗിക്കുന്നില്ല. നമ്മൾ കണ്ടതാണ്. പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഈ പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന സമരം അടിച്ചൊതുക്കാൻ അതിനും പോലീസ് വേണം. ഇത്തരം കാര്യങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് അവിടെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വരുന്നു, അവരെ സഹായിക്കുന്ന കാര്യത്തിൽ പോലീസിനും യാതൊരു താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. അവിടെ നിയോഗിക്കപ്പെടുന്ന പോലീസുകാർക്ക് ഒരു മുൻപരിചയമില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്നവരെ എങ്ങനെയാണ്, ശബരിമല തീർത്ഥാടകരായിട്ട് വരുന്നവരെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ സഹായിക്കേണ്ടത്? അവരെ സഹായിക്കുന്നതിന് പകരം ഇപ്പോ പലയിടങ്ങളിലും ക്രൂരമായ മർദ്ദനങ്ങൾ വരെ അയ്യപ്പന്മാർക്ക് നേരെ അഴിച്ചുവിടുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ പരിചയക്കുറവോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിശ്വാസമോ ഇല്ലാത്ത പോലീസുകാര് അയ്യപ്പന്മാരെ
കേവലം എന്തോ ഒരു അവര് അപരാധം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്, അവരെന്തോ കുറ്റം ചെയ്ത ആൾക്കാരാണ് ഈ ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. ഒരു കുറ്റം ചെയ്ത ഒരു സമീപനമാണ് പോലീസുകാരുടേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡിന് ഇതിൽ യാതൊരു താല്പര്യമില്ല. കാരണം ദേവസ്വം ബോർഡ് യഥാർത്ഥത്തിൽ ഈ തീർത്ഥാടനത്തെ അവർക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങേയറ്റം കെടുകാര്യസ്ഥത, കഴിവില്ലായ്മയാണ് ഈ സർക്കാരിനെയും സർക്കാരിന്റെ അനുബന്ധ സ്ഥാപനങ്ങളെയും ബാധിച്ചിരിക്കുന്നത്. ഒരു നയാ പൈസയുടെ കഴിവില്ലാത്ത വെറും കഴിവുകെട്ട വിദ്യാന്മാരുടെ ഒരു കൂട്ടം 20 എന്താ പറയാ, നമ്മൾ സാധാരണ പറയില്ലേ, ഒരു അലിബാബയും 41 കള്ളന്മാരും എന്ന്. ഒരു അലിബാബയും 41 കള്ളന്മാരും എന്നതിന് പറയാൻ ഒരു മുഖ്യമന്ത്രിയും 20 കള്ളന്മാരും ചേർന്ന് ഈ കേരളത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം സഹിക്കാവുന്ന ഒരു സ്ഥിതിയിലാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതിനോട് ശക്തമായി പ്രതികരിക്കുന്ന സാഹചര്യം വളർന്നു വരും, അത് സംശയം വേണ്ട. ഇതിനെതിരായിട്ടുള്ള വലിയ മുന്നേറ്റം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, വളരെ നന്ദി ശ്രീ ആർ വി ബാബു പ്രതികരിച്ചതിന്. സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് വൃശ്ചിക മാസം ആരംഭിച്ചത് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ തിരക്ക് നിയന്ത്രണാതീതമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇനിയുള്ള ആഴ്ചകളിലും അത്തരത്തിലുള്ള തിരക്ക് തന്നെ ആയിരിക്കും ഉണ്ടാകുക. മണ്ഡല പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ദേവസ്വം ബോർഡ് എത്രയും കാര്യക്ഷമമായി നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മകരവിളക്കിനായി പോലീസ് ആവശ്യപ്പെട്ട തുക പോലും സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിഷേധാത്മക നിലപാട് തുടരുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഭക്തർക്ക് കടുത്ത ദുരിതം കൂടി അനുഭവിക്കേണ്ടുന്ന ഒരു മണ്ഡല പൂജ കൂടി സംജാതമായിരിക്കുന്നത്. പറിക്കപ്പെട്ടു വരുന്നതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ഇപ്പോഴും ഈ മണ്ഡല പൂജയുടെ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നുള്ളത്. ഈ ഒരു മാസമായിട്ട് പോലും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ ദേവസ്വം ബോർഡിനാകുന്നില്ല, സർക്കാരിനാകുന്നില്ല, പോലീസിനാകുന്നില്ല. ഇപ്പോൾ പോലീസിന്റെ കാര്യം എടുക്കുമ്പോൾ പോലീസിനെ പൂർണ്ണമായും പഴിചാരിപ്പോഴും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വ്യക്തിപരമായി അവർ പറയുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ആഫീസിന് അംഗബലമില്ല, കൃത്യമായ രീതിയിലുള്ള മോണിറ്ററിംഗ് സംവിധാനങ്ങളില്ല. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വർഷമൊക്കെ കൂടുതൽ പോലീസുകാരെ സന്നിധാനത്തേക്ക് അയച്ചുകൊണ്ട് കൃത്യമായി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായിരുന്നു. ഇത്തവണ തിരഞ്ഞു പിടിച്ച് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ഇവിടേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശബരിമലയെ പറ്റി കൃത്യമായി അറിയാവുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥരെ, അതോടൊപ്പം തന്നെ ശബരിമലയിൽ കൃത്യമായി ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്ന പോലീസുകാരെ എല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പോലീസ് സർക്കാരിന് ഇഷ്ടമുള്ള പോലീസുകാരെ മാത്രം ശബരിമലയിലേക്ക് വിടുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ക്രൈസിസ് ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാൻ പറ്റും എന്നുള്ള ബോധങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ചില ആളുകൾ കൂടി ഇവിടേക്ക് പറ്റും എന്നുള്ള ബോധങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ചില ആളുകൾ കൂടി ഇവിടേക്ക് എത്തിയിരുന്നു. തലതിരിഞ്ഞ പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായി. അത് പോലീസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഇനി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഈ മണ്ഡലകാലത്ത് ഇവർ ഏറ്റവും കൂടുതൽ കൊട്ടിക്കൊഴിച്ച, ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യമാണ് തിരുപ്പതി മോഡലുള്ള സംവിധാനങ്ങളാണ് ഈ ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. തിരുപ്പതി മോഡൽ സംവിധാനം എന്ന് അവർ ഉദ്ദേശിച്ചിരുന്ന ക്യൂ കോംപ്ലക്സുകളിൽ തീർത്ഥാടകരെ പിടിച്ചിടുന്ന ഒരു സംവിധാനം. കേവലം ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മുന്നൊരുക്കങ്ങളും നടത്താതെ തീർത്ഥാടകരെ കുത്തിനിറയ്ക്കുന്നതിനുള്ള ഒരു ഇടമായി തന്നെ ആ ഒരു സ്ഥലത്തെ മാറ്റിയിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള യാതൊരു തരത്തിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി വരുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലാതെ ഓരോ തവണയും പ്രഹസനം പോലെ അവലോകന യോഗങ്ങൾ ചേരുന്നു. ആ അവലോകന യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അത് വാർത്താക്കുറിപ്പായി നൽകുന്നു, മന്ത്രി ബൈറ്റായി നൽകുന്നു, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ തീരുമാനങ്ങളൊക്കെ തന്നെ പറയുന്നു. പക്ഷേ അതൊന്നും തന്നെ പ്രായോഗിക തലത്തിലേക്ക് ഒരു തരത്തിലും നടപ്പാക്കുന്നില്ല. ഭക്തർക്ക് നരകയാതന തന്നെ സന്നിധാനത്ത് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. 18ഉം 19ഉം മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു. അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങളില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിസന്ധിയായി മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ തന്നെയാണ് സർക്കാരിന്റെ വീണ്ടും ഒരു അനാസ്ഥ കൂടി. ഇന്ന് രാവിലെ തന്നെ സന്നിധാനം എസ്ഒ നമ്മളോട്
പറഞ്ഞിരുന്നു കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിവൈഎസ്പിമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സന്നിധാനത്തേക്ക് നിയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. തിരക്ക് നിയന്ത്രണം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ ദിവസവും 90,000-ലധികം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ശരാശരി 1 ലക്ഷത്തിലേക്ക് ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം എത്തുന്നു. അത്തരത്തിൽ ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിലധികമുള്ള തീർത്ഥാടകർ എത്തുന്നു. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇനി മകരവിളക്ക് സമയത്തും ഒരു വലിയ ഭക്തജന തിരക്ക് ഉണ്ടാകുന്നു. ഈ 15-ാം തീയതി മകരവിളക്കാണെങ്കിൽ 10-ാം തീയതി മുതൽ സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള തീർത്ഥാടകർ ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തമ്പടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പർണശാലകൾ കെട്ടി മകരവിളക്കും മകരജ്യോതിയും കാണുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കാണുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ അവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നു. പക്ഷേ ഈ പോലീസുകാരുടെ അഭാവം, അവർക്ക് വേണ്ട സംവിധാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൊടുക്കാത്ത വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും. തീർത്ഥാടന കാലത്ത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ തീർത്ഥാടന കാലം തുടങ്ങിയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പഴി കേട്ട് വരികയാണ് പോലീസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരക്ക് നിയന്ത്രണത്തിലാണ്. കൃത്യമായി കാര്യക്ഷമമായ ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിക്കുന്നില്ല. സർക്കാരിന് ഇഷ്ടമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ഇവിടേക്ക് വിടുന്ന ഒരവസ്ഥയിലേക്ക് പലയിടത്തും പോലീസും ഈ തീർത്ഥാടകരും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ, വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം തന്നെ ഓരോ ദിവസവും ഉണ്ടാകുന്നു. ഏതായാലും വലിയ തിരക്ക് ഈ 90,000 തീർത്ഥാടകർ അല്ലെങ്കിൽ 1 ലക്ഷം തീർത്ഥാടകർ എത്തുമ്പോൾ പമ്പയിലും നിലയ്ക്കലും ഇലവുങ്കിലും എരുമേലിലും ലാഹയിലും എല്ലാം തന്നെ പത്തനംതിട്ടയിലും എല്ലാം തന്നെ തീർത്ഥാടകരെ പിടിച്ചിടേണ്ട സ്ഥിതിവിശേഷം. അങ്ങനെ തീർത്ഥാടന കാലം മൊത്തം ദുരിതമയമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എല്ലാം തന്നെ എത്തി. ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കാതെ മുന്നോട്ട് പോകുന്നു. നേരത്തെയൊക്കെ തന്നെ ഇപ്പോൾ സർക്കാർ പറയുന്ന പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം കഴിഞ്ഞ മണ്ഡലകാലം റെക്കോർഡ് വരുമാനത്തിലേക്കാണ് സന്നിധാനം എത്തിയത്. 351 കോടി രൂപയാണ്. ശരി അരുൺ, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വത്സൻ തില്ലങ്കേരി വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാനായി ചേരുകയാണ്. ശ്രീ വത്സൻ തില്ലങ്കേരി, മകരവിളക്കിന്റെ ആരംഭമായിരിക്കുകയാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പോലീസ് ആവശ്യപ്പെട്ടത് സർക്കാരിനോട് 29 ലക്ഷം രൂപയാണ്. പക്ഷേ നിലവിൽ 9 ലക്ഷം രൂപ മാത്രമേ നൽകാൻ സാധിക്കൂ എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള അംഗബലം മാത്രമേ അവിടെ പോലീസ് വിന്യാസത്തിനുള്ളൂ. ഇത് തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ശബരിമല മണ്ഡല വിളക്കുത്സവം ആരംഭിച്ചതിന് ശേഷം ഇത്രയും ദിവസങ്ങളിൽ ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു മഹത്തായ ഉത്സവം നടത്താൻ വേണ്ടി സർക്കാരും ദേവസ്വം ബോർഡും മറ്റധികൃതരും ചേർന്ന് നടപ്പാക്കേണ്ട ആസൂത്രണത്തിലും അതിന്റെ നടത്തിപ്പിലും ഉണ്ടായ വലിയ പാളിച്ചകളാണ് ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന അഭൂതപൂർവമായ തിരക്കും ആളുകൾ ഭക്തന്മാർ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുമെല്ലാം അതിനെല്ലാം ഇടയാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മയാണ് ശബരിമലയിലെ പ്രശ്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. ഇവിടെ ദേവസ്വം ബോർഡും പോലീസും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. മറ്റ് വകുപ്പുകളും റവന്യൂ ആയാലും ഫോറസ്റ്റ് ആയാലും ഇവരെല്ലാം തമ്മിൽ വലിയ കിടമത്സരമാണ്. ഇവരുടെ എല്ലാവരുടെയും മത്സരത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത് വ്രതനിഷ്ഠരായി ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളാണ്, അയ്യപ്പ ഭക്തന്മാർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളവിടെ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ശബരിമലയിൽ എത്തിയിരുന്നു. ആ സമയത്ത് കാണാൻ കഴിഞ്ഞൊരു കാര്യം, പമ്പയിൽ നിന്ന് സന്നിധാനം വരെ എത്തുന്ന മേഖലകളിൽ വളരെ ഹൈ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നല്ല കയറ്റമുള്ള ഭക്തന്മാർക്ക് സഹായം ആവശ്യമുള്ള സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങൾ പോലീസിന്റെയോ ആരോഗ്യ പ്രവർത്തകന്മാരുടെയോ മറ്റ് സന്നദ്ധ പ്രവർത്തകന്മാരുടെയോ ദേവസ്വം നിയോഗിച്ച ജീവനക്കാരുടെയോ സാന്നിധ്യം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഒരാപത്ത് നേരിട്ടാൽ അവരെ കൂടെയുള്ള ഭക്തന്മാർ തന്നെ അവർക്ക് വേണ്ട പരിചരണം നൽകുന്നതിനപ്പുറത്തേക്ക് ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ ആരെങ്കിലും അവിടെ ഉള്ളതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. ഈ കാര്യം പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അന്നവിടെ ഉണ്ടായിരുന്ന മന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് സെക്രട്ടറി അതുപോലുള്ള ആളുകളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തേണ്ടായി. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഐ ജിയുടെ ശ്രദ്ധയിലും ഇക്കാര്യം കൊണ്ടുവരികയുണ്ടായി.
അപ്പൊ അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താന്നല്ലാതെ പ്രശ്നത്തിന് ശരിയായ രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമമില്ല. അന്ന് ഞങ്ങൾ 13-ാം തീയതിയാണ് പമ്പയിൽ പോയത്. അന്ന് അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ സംസാരിച്ച സമയത്ത് പമ്പയിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഭക്തന്മാർക്ക് വിരിവെക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല. ആകെ ഒരു 300 പേർക്കുള്ള വിരിവെക്കാനുള്ള സൗകര്യം അവിടെ ഉള്ളൂ. പക്ഷേ 20,000-30,000 പേര് ഒരേ സമയം പമ്പയിൽ തമ്പടിക്കുന്നുണ്ട്. അവര് നല്ല കൊടും വെയിലത്താണ് വിരിവെക്കുന്നത്. അതിന് 3 ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെ ഞങ്ങൾക്ക് ഉറപ്പ് തന്നത്. 13-ാം തീയതി കഴിഞ്ഞ് ഇത്രയും ദിവസമായിരിക്കാം ഒരു നീക്കവും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. ഞാൻ ആ കാര്യം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അധികൃതരോട് ചോദിച്ചപ്പോൾ ഈ പന്തല് കെട്ടാൻ വേണ്ടിയിട്ട് വിരിവെക്കാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക ഒരു സെമി പെർമനന്റ് സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിച്ചു. അതൊക്കെ നവകേരള സദസ്സിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞാലേ കിട്ടൂ, അതിനുശേഷം കെട്ടാൻ പറ്റൂ എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മണ്ഡലവിളക്ക് ഉത്സവം ആരംഭിച്ചിട്ട് ഇത്രയും ദിവസമായി. അതിനു മുമ്പ് തന്നെ ചെയ്തു തീർക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പൊ അവർ അന്വേഷിക്കുന്ന സമയത്ത് ഈ വാടക സാധനങ്ങളൊക്കെ നവകേരള സദസ്സിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്, ഇപ്പോൾ ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നതെന്ന് പറയുന്നത് എത്ര നിരുത്തരവാദപരമായാണ് ഭക്തന്മാരുടെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. ഇതേപോലെ സന്നിധാനത്തും നിരവധി പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, പരിഹരിക്കാന്ന് പറഞ്ഞിരുന്നു. ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ മണ്ഡലകാലം കഴിഞ്ഞ് മകരവിളക്ക് നട തുറക്കാൻ പോവുകയാണ്. 3 കൂടിയിട്ട് ജനുവരി ആദ്യവാരം നട തുറക്കുന്ന സമയത്ത് അഭൂതപൂർവമായ ഭക്തജന തിരക്കുണ്ടാവും. കൂടുതൽ ഫോഴ്സ് അവിടെ ഉണ്ടായേ പറ്റൂ. അതിന് പോലീസ് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഈ കാര്യത്തിൽ പരിഗണന ഇല്ലെങ്കിൽ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരിക ഭക്തജനങ്ങളാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ദേവസ്വം ബോർഡ് അവർക്ക് പോലീസ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഈ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഭക്തജനങ്ങളെ നിയന്ത്രിക്കാനും തിരക്കുകൾ നിയന്ത്രിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭക്തജന സംഘടനകൾ ഭക്തന്മാർ തയ്യാറാണ്. അതിന് അനുവാദം നൽകിയാൽ മതി. ഇവരങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ദേവസ്വം ബോർഡ്, സർക്കാർ ഇത്തരം നിലപാടുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഭക്തന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതെ, വളരെ നന്ദി ശ്രീവത്സൻ തില്ലങ്കേരി പ്രതികരിച്ചതിന്. ശബരിമലയോട് വീണ്ടും സർക്കാരിന്റെ അവഗണന. മകരവിളക്കിനായി പോലീസ് ആവശ്യപ്പെട്ട 29 ലക്ഷം രൂപ വെട്ടിക്കുറച്ച് വെറും 9 ലക്ഷം രൂപയാക്കിയിരിക്കുകയാണ് സർക്കാർ. പോലീസ് വിന്യാസത്തിലുള്ള കുറവ് ഈ തുകയ്ക്ക് മാത്രം അനുയോജ്യമാണ് എന്നാണ് സർക്കാരിന്റെ നിരീക്ഷണം.